നീറ്റ് എക്സാമിനായി തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രില്യൻറ്റിൽ ഒരു വർഷത്തെ റിപ്പീറ്റർ പ്രോഗ്രാമിന് ചേർന്നുകൊണ്ട് എയിംസ് എന്ന ലക്ഷ്യം സാധ്യമാക്കിയ രണ്ട് കൊച്ചുമിടുക്കന്മാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ വെക്കേഷൻ ആയ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് അവരെവിടെയൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ എന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. മോനെ, എന്താണ് പേര്, ഏത് എയിംസിലാണ് പഠിക്കുന്നത്? എൻ്റെ പേര് റയൻ സാക് മാത്യു. ഞാനിപ്പോൾ ആന്ധ്രയിലുള്ള മംഗളഗിരി എയിംസിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ നിൽക്കുന്നു. ഇവിടെ റിപ്പീറ്റർ പ്രോഗ്രാമിനായിരുന്നു ജോയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഒരു ക്ലാസ് ആയിരുന്നു, ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പഠിച്ചിട്ട് എയിംസ് എന്ന സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് നടന്നു കയറിയ രണ്ടാളുകളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, നമുക്ക് ആദ്യം ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ക്ലാസ്, ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് R35 ആയിരുന്നു ഞങ്ങളുടെ ബാച്ച്. ക്ലാസ് ടീച്ചർ അജിത് സാറായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാം R35 എന്ന് പറയുന്ന അന്ന് റെസിഡൻഷ്യൽ ബാച്ച് കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാച്ചായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കൊളീഗ്സ് എല്ലാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിരുന്നു. പിന്നെന്താണ്, ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ ചാവറ വാലി ഹോസ്റ്റലായിരുന്നു ഞങ്ങൾ. വളരെ നല്ല ഹോസ്റ്റലാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മകളുള്ളൊരു ഹോസ്റ്റലാണ്. എന്താണേലും ഇവിടെ ഇപ്പോൾ ലൈബ്രറി സൗകര്യങ്ങളാണേലും റെഫറൻസ് സൗകര്യങ്ങളാണേലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ജോയിൻ ഞങ്ങൾക്ക് കുറച്ചൊരു ടൈം ക്രഞ്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഇയർ, അന്നത്തെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ കയറുന്നതിൻ്റെ മുമ്പത്തെ ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 7-8 മാസമൊക്കെ കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ ആ റിപ്പീറ്റ് ഇയറിൽ. പക്ഷേ അതിനുള്ളിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ പോർഷൻ തീർക്കുകയും അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാമുകൾ തുടങ്ങിയും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ബ്രില്യൻറ്റിൽ. മോനെ, പേരും എവിടെയാണ് പഠിക്കുന്നത് എന്നും പറയും. എൻ്റെ പേര് വിവേക് പ്രദീപ്. ഞാനിപ്പോൾ മഹാരാഷ്ട്രയിൽ എയിംസ് നാഗ്പൂരിലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ എയിംസ് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ആളുകളാണ്. അപ്പോൾ എല്ലാവരും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരാണെങ്കിലും ആദ്യം ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും എയിംസുകൾക്കായിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാവും എയിംസിലേക്ക് പോകണം എന്നൊരിതുണ്ടാവും. എന്തുകൊണ്ടാണ് എയിംസ് തന്നെ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വരുന്ന ആളുകളോടാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എയിംസ് ചൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ നീറ്റ് എഴുതിയ സമയം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, എയിംസ് ഡൽഹി പോകണം, അല്ലെങ്കിൽ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയിംസിൽ പോകണം, വലിയൊരു INIയിൽ പോകണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ പോകണം. അതെന്തിനാന്ന് ഞാൻ നീറ്റ് എഴുതിയപ്പോൾ ഐ വാസ് തിങ്കിങ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ നല്ല കോളേജ് ആയിരിക്കും എന്ന്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ ക്യാമ്പസ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ ക്യാമ്പസ്. അപ്പോൾ നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്, അങ്ങേറ്റം കുറവാണ്. ഇത്രയും കുറവ് ഫീസ് വേറെ എവിടെയും കിട്ടില്ല. ഞങ്ങളുടെ മൊത്തം 5 വർഷത്തെ ഫീസ് 5800 അങ്ങനത്തെ ഉണ്ടാകും. അതിനകത്തും ഓൺലി 1000 rupees ഇസ് ഫോർ ഡെപ്പോസിറ്റ്, അത് തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ. ആകെ നമുക്ക് കൊടുക്കേണ്ട ഫീസ് മെസ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്. നല്ല മാർക്ക് കിട്ടിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ സ്കോളർഷിപ്പ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പ്രൊഫസേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റി. ഞാൻ ഇതേ ചോദ്യം എൻ്റെ ഫാക്കൽറ്റീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അനാറ്റമിയുടെ ഒരു ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മൈ ടീച്ചർ ടോൾഡ് മീ ദിസ് ആൻസർ, ദാറ്റ് അവിടുത്തെ ഫാക്കൽറ്റി ഈസ് വെരി സ്ട്രിക്ട്ലി സെലക്റ്റഡ്. അവിടെ എയിംസിൽ കോൾ ഔട്ട് പോകുന്നത് ഭയങ്കര റെയർലിയാണ്. അപ്പോൾ എൻ്റെ ആ അനാറ്റമിയുടെ ഫാക്കൽറ്റി തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇത്രയും ദൂരെ നിന്ന് വന്നതെന്ന്. ഷീ സെഡ് ദ സെയിം റീസൺ, ദാറ്റ് ദ ഫാക്കൽറ്റി ഹിയർ, ദ എയിംസ് ഫെസിലിറ്റി ഈസ് വെരി ഇറ്റ്സ് വെരി ഹൈ ക്ലാസ്, ഇറ്റ്സ് വെരി ഹൈ എൻഡ്. ആൻഡ് അവിടുത്തെ പേഷ്യൻസിനും അറിയാമല്ലോ എയിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ OPDയിൽ അത്യാവശ്യം കുറേ ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ എയിംസ് നാഗ്പൂർ പറഞ്ഞാൽ സിറ്റിന്ന് ഇത്തിരി ദൂരെയാണ്, എന്നാലും OPDന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്, IPDയിലും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ഞാൻ ഇനി സെക്കൻഡ് ഇയറിൽ പോകാൻ പോവാം, സോ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇന്റേൺഷിപ്പിൻ്റെ സമയം കുറേ പേഷ്യൻസ് വരുന്നുണ്ട്, അപ്പോൾ കുറേ പഠിക്കാനും കിട്ടുന്നുണ്ട്. സോ ഫീസ് കുറവാണ്, ഫാക്കൽറ്റി ഈസ് വെരി എഡ്യൂക്കേറ്റഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ HOD ഒക്കെ 25-30 വർഷം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അനാറ്റമി. ലൈക്ക് ഇഫ് ഐ നോ ഫോർ എ ഫാക്ട്, ഞാനിപ്പോൾ എൻ്റെ HODനോട് അതോ എൻ്റെ പ്രൊഫസറിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് അറിയാം ഞാൻ ഏത് ബുക്കിൽ എവിടെ കിട്ടിയില്ലെങ്കിലും ക്ലിയർ ചെയ്താനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല നോളജ് ഉണ്ട്. ഓക്കെ, സോ ബ്രില്യൻറ്റിലെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ബ്രില്യൻറ്റിൽ അത്രയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതുകൊണ്ട്, ഇവിടുത്തെ ആണെങ്കിലും ഇപ്പോൾ നിങ്ങളും അത്രയും നന്നായിട്ട് ഒന്ന് പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എയിംസ് പോലൊരു സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത്.
അപ്പോൾ ബ്രില്യൻറ്റ് തന്ന ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എഫേർട്ടും ഒക്കെ കൊണ്ട് നമ്മൾ എയിംസിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ എയിംസിലെ വിശേഷങ്ങളാണ് ശരിക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത് അല്ലേ? അപ്പോൾ എയിംസിൽ ഇപ്പം നിങ്ങൾ അവിടെ എത്തി, ഇപ്പം മംഗലഗിരി എയിംസിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോസ്റ്റൽ ലൈഫ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒത്തിരി എന്താണ് പുതിയൊരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ എന്താണ് സ്കൂൾ ഇയേഴ്സ് പോലെയല്ല കോളേജ് ലൈഫ് മനസ്സിലായ ഒരു സമയമായിരുന്നു. കാരണം ഇപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ക്യാമ്പസൊക്കെ ഒരുപാട്, ഇപ്പോൾ മംഗളേരി ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്യാമ്പസാണ്. ചുറ്റും ഒരുപാട് വലിയ ക്യാമ്പസ് ആയിരിക്കും അല്ലേ? ഏറ്റവും എയിംസുകളിൽ തന്നെ വലിയ ഒരു എയിംസാണ്. 150 ഏക്കറോളം വരുന്നുണ്ട് ക്യാമ്പസ്. ചുറ്റും മലകളാണ്. അപ്പോൾ ഭയങ്കര പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ മാത്രമല്ല അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ 10 മലയാളികൾ വരുന്നുണ്ട്. അതിൽ 9 പേരും ബ്രില്യൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതിൽ കുറച്ച് നേരത്തെ മുൻപരിചയമുള്ളവരുമുണ്ട്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെയുള്ള ഒരു കുട്ടിയുണ്ട്, എൻ്റെ റൂംമേറ്റ് അവനാണ്. അപ്പോൾ നല്ല കൊളീഗ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഹെൽത്തി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, കൂടുതലും ആന്ധ്ര തെലങ്കാനയിൽ നിന്നുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരുമാതിരി രാജ്യത്തിൻ്റെ അങ്ങും ഇങ്ങും എല്ലായിടത്തു നിന്നും ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നെല്ലാം പിന്നെ സീനിയേഴ്സ് ആകട്ടെ ഭയങ്കര കോപ്പറേറ്റീവാണ്. അങ്ങനെ റാഗിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസാണ്. അതെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. പിന്നെ അക്കാഡമിക്സ് എടുത്താൽ അപ്പോഴാണ് ശരിക്കും എയിംസ് എടുക്കുന്നതിൻ്റെ ഒരു റീസൺ മനസ്സിലാകുന്നത്. കാരണം ഭയങ്കര അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആണ് എല്ലാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെഡ്യൂളൊക്കെ ഭയങ്കര നല്ല ഷെഡ്യൂളാണ്. കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആണോ? അതെ, അത് MBBS എവിടെയാണെങ്കിലും കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ക്ലാസ് രാവിലെ തുടങ്ങിയാൽ വൈകിട്ടേ തീരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാനൊന്നുള്ള സമയമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഒരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ ഭയങ്കര അക്കാഡമിക്കലി വെരി ഹെവിലി ഓറിയൻറ്റഡ് സ്ഥലമാണ് എയിംസുകൾ ഏതായാലും. ഇപ്പോൾ മംഗളഗിരി ആയാലും. പിന്നെ അതുമാത്രമല്ല അവരുടെ ഫെസിലിറ്റീസ്, ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല ഹോസ്റ്റലാണ്, പുതിയ ബിൽഡിങ്സാണ്. ഇപ്പോൾ ഞങ്ങളുടെ എയിംസ് 2018 സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര നല്ലതാണ്. എല്ലാം മോഡേൺ ആയിട്ടുള്ള റൂമുകളാണെങ്കിലും. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറും ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെയൊക്കെ 2 പേരാണ് ഒരു മുറി വരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് തരുവർ. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. ഓക്കെ. സോ അപ്പം എയിംസിൽ അക്കാഡമിക്സിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ വന്നത്? ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ നീറ്റ് നന്നായിട്ട് എഴുതി ഏറ്റവും നല്ല സ്കോർ വാങ്ങിയ കുട്ടികളാണ്. അതുകൊണ്ടാണ് എയിംസിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBSൻ്റെ എക്സാം എഴുതി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നീറ്റ് പഠിക്കുന്നത് പോലെയാണോ ഇത് പഠിക്കുന്നത്? എങ്ങനെയുണ്ട്? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് പറയാൻ? ഒരേ ഗെയിം പോലും അല്ല, സ്പോർട്ടേ മാറിപ്പോയ. അപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി വരും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വോള്യൂം വൈസ് ഭയങ്കരമായിട്ട് ഒത്തിരി പഠിക്കാനുള്ളൊരു സ്ഥലമാണ്. സ്ട്രെസ് ഉണ്ടോ? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും എന്ത് പറഞ്ഞാലും. കാര്യം വീക്ക്ലി എക്സാംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇത്രയും സ്ട്രെസ് ഉണ്ടോ ഇവിടുത്തെ പോലെ? അങ്ങനെ ചോദിച്ചാൽ സ്ട്രെസ്സിന് കുറവൊന്നുമില്ല. കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ അത്ര സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടേ ഒരു ഈസ് ഉണ്ട്. പക്ഷെ അതല്ലാതെ പഠിക്കാൻ ഒത്തിരി വോളിയം ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി കോളേജായിട്ട് ഇപ്പോൾ കളിക്കാൻ പോകുന്നതായാലും കൂട്ടുകാരോട് പുറത്തു പോകുന്നതെല്ലാം അതെല്ലാം ഭയങ്കര കോകരിക്കുലേഴ്സ് ആയാലും അതെല്ലാം നല്ലോണം പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ നമ്മുടെ ലാബൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടായിരുന്നത്? പിന്നെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയത്? നല്ലപോലെ ലാബൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രാക്ടിക്കൽസ് ഒക്കെ? അപ്പോൾ ഞങ്ങളുടെ 3 സബ്ജക്റ്റ് ഉണ്ട് ഫസ്റ്റ് ഇയർ MBBSന്: അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാറ്റമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, വീൽ ലേൺ അബൌട്ട് ദ ബോഡി ഇറ്റ് സെൽഫ്, സ്ട്രക്ചേഴ്സ്, മസിൽസ്, നെർവ്സ് എക്സെട്ര. ഇതിന് നമുക്ക് ഡൈസെക്ഷനുകളുണ്ട്, ഒരു DH ഉണ്ട്. അവിടെ എല്ലാം വെഡ്നസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഞങ്ങൾക്ക് 3 ദിവസം DH ഉണ്ട്. 3 മണിക്കൂർ 3 ദിവസം. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അവിടെ നമ്മൾ കഡവറിക് ഡൈസെക്ഷൻ വെച്ചാണ് പഠിക്കുന്നത്. ഇനി ചില ആൾക്കാർക്കൊരു അപ്രിഹെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഐ ഡോണ്ട് വാണ്ട് ടു ടച്ച് എ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ റിലീജിയസ് റീസൺസ് വാട്ട് എവർ. അവിടെ അതിനൊരു സിന്തറ്റിക് കഡാവറും വെച്ചിട്ടുണ്ട്. അവർ തന്നെ ഒരു റെക്കമെൻഡേഷൻ തരും, ശരിക്കും കഡാവറിൽ പഠിക്കുന്നതായിരിക്കും ഭേദം, എന്നാലും ഒരു കുഴപ്പമോ എന്തെങ്കിലും അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സിന്തറ്റിക് കഡാവർ. അപ്പോൾ അങ്ങനെ അനാറ്റമി വെച്ച് നോക്കുവാണെങ്കിൽ അവർ നമ്മൾ ടെക്സ്റ്റിലും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ തിയറി ഈസ് വെരി ഗുഡ് നോളജ്. പക്ഷേ ഒരു ബോഡിയിൽ കാണുന്നവരെ ശരിക്കും സെറ്റ് ആവാറില്ല. അത് ഇവിടെ തന്നെയാണ്, ഇങ്ങനെ
കാണുമ്പോൾ എല്ലാം കാണാൻ പറ്റുമല്ലോ, ചുറ്റുപാട് എന്താ ഉള്ളത്, എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. സോ ദാറ്റ്സ് വെരി ഗുഡ് ഫോർ അനാറ്റമി. ഒരു കാഡവറിക് ഡൈസെക്ഷൻ നന്നായിട്ട് എടുക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് അവിടെ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കാഡവറിക് ഡൈസെക്ഷൻ അവർ മാത്രമല്ല ചെയ്യുന്നത്, അവർ നമ്മളോടും പറയും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ മുറിക്കുക, ഈ ലൈനിൽ ഇങ്ങനെ മുറിക്കുക, ഈ മസിലിനെ ഇങ്ങനെ ഡൈസെക്ട് ചെയ്യുക, അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. സോ വി വിൽ ഓൾസോ ലേൺ ഹൗ ടു ഡു ദിസ്. അപ്പോൾ പിന്നെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പിന്നെ അടുത്ത ഫിസിയോളജി ഞങ്ങൾക്ക് ദാറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ ദ ബോഡി ഫങ്ഷൻസ്, എല്ലാ സിസ്റ്റോ എല്ലാം എങ്ങനെ ഒരുമിച്ച് വന്ന് ചേരുന്നത്, എങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ലാബ് എന്ന് പറഞ്ഞാൽ ലാബിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മെയിൻലി ഹിമാറ്റോളജിയുടെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഹിമാറ്റോളജി പറഞ്ഞാൽ നമ്മുടെ ചോരയൊക്കെ വെച്ചിട്ട്, സോ വി വിൽ പ്രിക്ക് അവർ ഫിംഗർ, അതിനകത്ത് നിന്ന് ചോര എടുത്തിട്ട് ഓരോരോ ടെസ്റ്റ് ചെയ്യും. എത്ര സെല്ലുണ്ട്, എത്ര വോളിയം ഉണ്ട്, ഹൗ മെനി വൈറ്റ് ബ്ലഡ് സെൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും പഠിക്കും, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ്, നമ്മളിത് എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ പഠിക്കും. ബയോകെമിസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ വി ഹാവ് a study of basically the chemical reactions and whatever happens inside our body chemically speaking. അപ്പോൾ ഇവിടെ ലാബിലൊക്കെ നമ്മൾ യൂറിൻ അനാലിസിസും വേറെ കുറേ ടെസ്റ്റും അനാലിസിസൊക്കെ പഠിക്കുന്നുണ്ട്, സീരം അനാലിസിസൊക്കെ. അപ്പോൾ ഇവിടെ ഇതെല്ലാത്തിനും നോക്കുവാണെങ്കിൽ ഫോർ ബോത്ത് ഫിസിയോ ആൻഡ് ബയോകെമിസ്ട്രി കുറേ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ തന്നെ പഠിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ബയോകെമിസ്ട്രിയിൽ നമ്മൾ യൂറിൻ അനാലിസിസ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയൊക്കെ കാണും യൂറിനിൽ, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് യൂറിനിൽ. അപ്പോൾ വി വിൽ യൂസ് ദിസ്. നമ്മുടെ ടെസ്റ്റിലും ഇങ്ങനെ തന്നെ നമുക്ക് യൂറിനും ബ്ലഡ് സാമ്പിൾ തന്നിട്ട് അവർ പറയും ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ പറ ഡയഗ്നോസിസ് എന്തായിരിക്കും. പിന്നെ അത് തന്നെ നമ്മുടെ വൈവ വരുമ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു എയിംസിലേക്ക് പഠിക്കണം എന്ന് സ്വപ്നം കണ്ട് നന്നായി വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് എന്താണ് പറയുന്നത്, ലൈക്ക് എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത് അച്ചീവ് ചെയ്ത ആൾക്കാരാണ്, അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫോർ മീ, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ഹാവ് എ കണക്ഷൻ വിത്ത് എവരി വൺ അറൗണ്ട് യു. എസ്പെഷ്യലി ഞാനിത് ബ്രില്യൻ്റിൽ കണ്ടൊരു ഭയങ്കര നല്ല കൾച്ചറാണ്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതായത് ഇവനിപ്പോൾ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് വെരി ഹെൽത്തി കോമ്പറ്റീഷൻ. ലൈക്ക് ഞാൻ ഇവനും എല്ലാ ആഴ്ചയും ഇങ്ങനെ പരീക്ഷ ഒരുമിച്ചല്ലായിരുന്നു, അപ്പോൾ എല്ലാ ആഴ്ചയും വന്നിട്ട് മാർക്ക് നോക്കായിരുന്നു. ഇവനെപ്പോഴും 1-2 മാർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ എനിക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് വരുമല്ലോ, ഇവനെക്കാളും എനിക്ക് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇവൻ്റെ കൂടെ പഠിക്കുമായിരുന്നു. ഞാൻ ഇവനോട് പോയി ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അവൻ എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവൻ എന്നോട് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാനും എക്സ്പ്ലെയിൻ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് കണ്ടുപിടിക്കുന്നതെല്ലാം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറാണ് പഠിക്കാൻ. ഈവൻ ഇഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്, യു ഹാവ് എ ഗുഡ് ബേസ്, എ ഗുഡ് സപ്പോർട്ട് അറൗണ്ട് യു. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഒന്നോടെ കാര്യം, കുറേ ഇങ്ങനെ സ്ട്രെസ് എടുത്ത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ഐ ഹാവ് സീൻ മെനി പീപ്പിൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ 16-18-20 മണിക്കൂറൊക്കെ ഒരു ദിവസം തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാർ ശരിക്കും ഉറങ്ങാറില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടറാണ് ഞാനിപ്പോഴും പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ MBBSൻ്റെ ഫൈനൽ എക്സാം എഴുതി വന്നതാണ്. അവിടെ കുറേ ആൾക്കാർ ഉറങ്ങാറില്ല പരീക്ഷയുടെ സമയം, 1-2. ചില ആൾക്കാർ ഉറങ്ങാണ്ടാണ് പരീക്ഷയൊക്കെ എഴുതാൻ വരുന്നത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ പോലും ആയി, ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നതിന് 10 ദിവസം ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നപ്പോൾ അവനും ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വന്നു. അപ്പോൾ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൾക്കാരുടെ കൂടെ പഠിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡോണ്ട് ടേക്ക് ടു മച്ച് സ്ട്രെസ്. ഇല്ലാത്ത സ്ഥലത്തിൽ സ്ട്രെസ് എടുത്ത് ഉണ്ടാക്കുന്ന വെറുതെ ഇങ്ങനെ കൂട്ടിയേറി ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടയ്ക്കൊക്കെ വെറുതെ ഇങ്ങനെ റൂമിലിരുന്ന് കളിക്കുമായിരുന്നു, ഒരു ചെറിയ ടെന്നീസ് ബോളൊക്കെ വെച്ചിട്ട് ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു, ജസ്റ്റ് ഫോർ ഫൺ. ഇങ്ങനെ കുറച്ചൊക്കെ ഇറ്റ്സ് ഓക്കെ ടു ലെറ്റ് ലൂസ് ലിറ്റിൽ ബിറ്റ്. മേക്ക് ഷുവർ യു ആർ സ്റ്റേയിങ് ഓൺ ട്രാക്ക് ഓഫ് യുവർ സ്റ്റഡീസ്. മൊത്തം ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് പഠിക്കുന്നില്ല എന്നാണെങ്കിൽ സ്ട്രെസ് മാത്രമാണെങ്കിലും കുഴപ്പമാണ്, ഒട്ടും പഠിക്കുന്നില്ല എന്നാണെങ്കിലും കുഴപ്പമാണ്. യു ഹാവ് ടു ഫൈൻഡ് എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു. എന്നാൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ടും നന്നായിട്ട് പഠിക്കാനും പറ്റുന്നത്, നന്നായിട്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി പഠിക്കാൻ പറ്റുന്നത്. അപ്പം അതാണ് അടുത്തായിട്ട് ചോദിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ എയിംസ് ആകുമ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരിക്കും.
അപ്പോൾ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റഡീസ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ അവിടെ ഫെസിലിറ്റീസ് ഉണ്ടോ, നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ, എങ്ങനെയാണ്? ഒരു ക്യാമ്പസ് ആണല്ലോ എന്തായാലും, ശരിയാണ്, നമ്മൾ ഡോക്ടേഴ്സ് ആവാൻ പോകുന്നവരാണ്, പക്ഷേ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള സ്പേസ് അവിടെ ഉണ്ടോ? ഉണ്ട്. അത് ഒത്തിരി എൻകറേജ് ചെയ്യുന്ന, അത്ര എന്നല്ല എന്നാലും എൻകറേജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അപ്പോൾ എന്താണ്, ഇപ്പോൾ ഞങ്ങളുടെ ഫെസ്റ്റുകളായാലും ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഓണം, ക്രിസ്മസ് അതുപോലെ പരിപാടികളായാലും നല്ലോണം ആഘോഷിക്കുന്ന സ്ഥലമാണ്. പിന്നെന്താണ്, സ്പോർട്സ് ഒക്കെ ഇപ്പോൾ ക്യാമ്പസ് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. പക്ഷേ ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ക്യാമ്പസ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബാഡ്മിൻ്റൺ, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ഒരു ലോൺ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ആയാലും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് അവിടെ, അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഫെസ്റ്റിവലൊക്കെ ഇപ്പോൾ ഒരു കൾച്ചറൽ ക്ലബ്ബ് ആണെങ്കിൽ തന്നെ ഭയങ്കര ആക്റ്റീവാണ്, മ്യൂസിക്, ഡാൻസ് എല്ലാം ആ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ അതല്ലാതെ കളിക്കാൻ പോകുന്ന അതിനെല്ലാം എല്ലാവരും ഒരുമിച്ച് കൂട്ടാണ്, കമ്പനിയാണ്. ഇപ്പോൾ അവസാനം ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഹോളി ആഘോഷിക്കുന്നത് അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ പലരും പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ MBBS എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കടമ്പയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെയും നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും എന്നിങ്ങനെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ MBBS എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നിയോ? പറയുന്നത് ശരിയാണെന്ന് തോന്നിയോ കേട്ടപ്പോൾ? അപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ് റിലാക്സ് ആവുമെന്ന് അറിയുന്നില്ല, കാരണം കയറിയില്ലല്ലോ, അപ്പോൾ അതറിയത്തില്ല. പിന്നെ പക്ഷെ ഫസ്റ്റ് ഇയർ പണ്ട് 1.5 വർഷമായിരുന്നു, അത് 3 സെമ്മായിട്ട് നടത്തിയിരുന്നതാണ് ഇപ്പോൾ ചുരുക്കി ഒരു വർഷത്തേക്കാക്കിയത്. അപ്പോൾ അതിൻ്റെ തന്നെ ടൈം ക്രഞ്ച് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വോള്യൂമാണ് പ്രശ്നം. ബുദ്ധിമുട്ടിനേക്കാളും ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ളത് അതൊരു ഇതാണ്. അപ്പോൾ ഉണ്ട്, കുറേ പഠിക്കാനുണ്ട്, ഒരു വലിയ കടമ്പ തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും, കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി. കാരണം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും, ഞങ്ങളുടെ അവിടെ ഹോസ്റ്റലിലും സ്ഥലം കണ്ടുകൊണ്ടിരുന്ന ഇവിടെ സ്റ്റീവൻ സാറിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമ്പോഴല്ല ജോർജ് സാറിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ ഒരു ബേസ്റ്റ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോയിരുന്ന് കുത്തിയിരുന്ന ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഒന്നും അനങ്ങായിരുന്നു പഠിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതങ്ങ് ഒലിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസം കുത്തിയിരുന്ന് 16-15 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം വെറുതെ ഇരിക്കാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റണം. അത് പറയാൻ എളുപ്പമെന്നറിയാം, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഈ ഒരു വർഷം ആ സാക്രിഫൈസ് ഇസ് വർത്ത് ഇറ്റ്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് എയിംസിൽ വന്നപ്പോൾ അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫീസിൻ്റെ കാര്യമായാലും വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ പഠിക്കുന്നു എന്നുള്ളതിന് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റ്മെൻറ്റും ഡിസിപ്ലിനും ഒത്തിരി അത്യാവശ്യമാണ്. കൺസിസ്റ്റൻ്റായിട്ട് പറ്റുന്ന അത്രയും സമയം ദിവസം ഇടാൻ പറ്റണം. പിന്നെ അതല്ലാതെ വേറൊരു കാര്യം, പരീക്ഷാ ദിവസം എങ്ങോട്ടും പോവാം. നമ്മുടെ അതിന് മുമ്പത്തെ ബ്രില്യൻ മോഡലിൽ നിന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് മാറാം. പക്ഷെ അത് വെച്ച് നിങ്ങളാരും തന്നെ ബ്ലെയിം ചെയ്യരുത്. അത് അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നത്തെ പരീക്ഷ കുളവായി എന്ന് പറഞ്ഞ് അതൊരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ദർ ഇസ് ഓൾവേസ് എ ബെറ്റർ ഡേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ കാര്യം ഒത്തിരി സ്ട്രെസ് എടുക്കാതിരിക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഇറ്റ്സ് ഓൺ ദം പ്രഷർ. കാരണം എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് നീങ്ങി പോകാനുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും അവർക്ക്. പക്ഷേ ഒത്തിരി സ്ട്രെസ് എടുക്കാതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാം നമുക്ക്. അപ്പോൾ വേറൊരു കോയിൻസിഡൻസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ ഒരു ഹോസ്റ്റലിൽ പഠിച്ച ആൾക്കാരാണ്, രണ്ടുപേരും എയിംസിലാണ്, രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആണ്, കീബോർഡിസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു വർഷം നമുക്ക് അതിനൊന്ന് ബ്രേക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവണം അല്ലേ? ഇപ്പോൾ ആഫ്റ്റർ ദാറ്റ് എയിംസിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഒരു കീബോർഡ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയം കിട്ടാറുണ്ടോ ഇപ്പോൾ? അത് ഒരു വലിയ ട്രേഡ് ഓഫ് ആയിരുന്നു. കാരണം ഞാനിവിടെ റിപ്പീറ്റിന് വന്നതാണെങ്കിലും അതിന് മുമ്പ് ഒരു വർഷം +2-ലായിരുന്നാലും എൻ്റെ പൂട്ടി വെച്ചേക്കായിരുന്നു എൻ്റെ കീബോർഡ്. അത് ഞാൻ തിരിച്ച് വന്നെടുത്തപ്പോൾ നല്ല അതിൻ്റെ കവറിൽ നിന്ന് പൊടിയൊക്കെ തട്ടി മാറ്റിയെടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കോളേജിൽ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കീബോർഡ് എടുത്തു. അവിടെ ചെല്ലപ്പോൾ ഷെഡ്യൂൾ ബിസിയാണ്, പക്ഷേ എന്നാലും ഇപ്പോൾ അതിൻ്റെ എല്ലാ ഇടയ്ക്ക് സമയം കിട്ടുന്നുണ്ട്. കോളേജ് പരിപാടികൾക്കൊക്കെ കീബോർഡ് ഇറക്കും, കുഴപ്പമില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പോൾ അത് തിരിച്ച് വരാൻ പറ്റിയത് ഒരു സന്തോഷമാണ്. അപ്പോൾ പറയാനുള്ളത്, എല്ലാവർക്കും കുറച്ച് ഹോബീസ് കാണും. അത് ചിലപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോൾ വീട്ടിലായിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അവർക്ക് അതിൻ്റെ കൂടെ അത് ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതാണെങ്കിലും വീട്ടിലായിരിക്കുന്നവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്നെപ്പോലെ ഇവിടെ ബ്രില്യൻ്റ് ഹോസ്റ്റലിൽ വന്നതാണെങ്കിൽ അത് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ അതൊരു ബുദ്ധിമുട്ടല്ല, തിരിച്ച് കോളേജിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് നല്ലോണം പേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വർഷം സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജിൽ പോയിട്ട് നമുക്കത് പേഴ്സ്യൂ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. അപ്പോൾ വിവേകും ഇതുപോലെ തന്നെ കീബോർഡിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം റയാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എയിംസിലേക്ക് എത്തിയതിന് ശേഷം ഈ പൊടി പിടിച്ച് കിടന്ന കീബോർഡൊക്കെ എടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതേപോലെ ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വർഷം
അടച്ചു വെക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. അഗൈൻ ഇഫ് യു അറ്റ് ഹോം വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞില്ല സ്ട്രെസ് റിലീസ് ഒക്കെ വേണമെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ്. പക്ഷേ ഹോസ്റ്റലൊക്കെ വരുമ്പോൾ യു ഹാവ് ടു സാക്രിഫൈസ് ഇറ്റ്. ബട്ട് ലൈക്ക് യു സെഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതുമാത്രമല്ല ഇറ്റ്സ് ഓൾസോ വർത്ത് ഇറ്റ് ബിക്കോസ് ഞങ്ങളുടെ ഇപ്പോൾ കോളേജിലെ വി ഹാവ് എ മ്യൂസിക് റൂം ആൻഡ് അവിടെ കുറേ ആൾക്കാരും ഉണ്ട് ഹു ആർ മ്യൂസിക്കലി ഗിഫ്റ്റഡ് ആൻഡ് വി ക്യാൻ ലേൺ ഫ്രം ദെം, വി ക്യാൻ പ്ലേ വിത്ത് ദെം ഫോർ എക്സാമ്പിൾ. പിന്നെ ഞാനും എൻ്റെ കീബോർഡ് ഹോസ്റ്റലിലോട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരും, എൻ്റെ ചില കൂട്ടുകാരുണ്ട് പാടാറുണ്ട്, ചില കൂട്ടുകാർ ഗിറ്റാറും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു മുറിയിൽ ഇരുന്നിട്ടങ്ങ് ജാം സെഷൻസ് ഒക്കെ നടത്തും. ഭയങ്കര രസം. ഇറ്റ്സ് സോ മച്ച് ഫൺ ആൻഡ് തിങ്സ് ലൈക്ക് ദിസ് റിയലി ഹെൽപ്പ്, എസ്പെഷ്യലി വിത്ത് കോഴ്സ് ലൈക്ക് MBBS. ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ കോഴ്സാണ്. കുറേ പഠിക്കാനും ഉണ്ട്, കുറേ ചെയ്യാനും ഉണ്ട്. ലൈക്ക് ഐ സെഡ്, ഞാൻ മിനിയാന്നൊരാൾ എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞതല്ലേ പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒട്ടുമല്ല എന്ന്. അപ്പോൾ എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ഡോക്ടറായതിനെ. അപ്പോൾ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഇൻ എ ഫീൽഡ് ലൈക്ക് ദിസ്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഇപ്പം കുറേ തന്നെയും പഠിച്ചു തുടങ്ങി. സോ ഫോർ എക്സാമ്പിൾ കോളേജിൽ കുറേ ഫ്രീഡം ഉണ്ടല്ലോ. ലൈക്ക് ഈ സൈഡ് ഇവിടെ കുറച്ച് സ്ട്രെസ്സാണ്, ശരിയാണ്. പക്ഷേ കോളേജിൽ പോകുമ്പോൾ യു ഹാവ് ലിറ്റിൽ ബിറ്റ് മോർ ഫ്രീഡം ടു ഡു വാട്ട് യു വാണ്ട് വിത്ത് യുവർ ടൈം. അപ്പോൾ അവിടെ ഞാൻ പഠിച്ചും തുടങ്ങി. ഐ എം സ്റ്റാർട്ടിങ് ടു ഇംപ്രൂവ് മൈ കീബോർഡ് സ്കിൽസ്. പിന്നെ ഞാൻ കളിച്ചും തുടങ്ങി. കുറേ ബാസ്കറ്റ്ബോൾ ഓൾസോ ഐ എം ട്രൈങ് ടു ഇംപ്രൂവ്. അങ്ങനെ കുറേ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് ടു ഹാവ് എ ഗുഡ് കൾച്ചറൽ ലൈഫ് ഓൾസോ അലോങ് വിത്ത് ദിസ്. അപ്പോൾ നീറ്റ് എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ MBBSന്റെ എക്സാം ആണെങ്കിലും ഒക്കെ തകർത്തെഴുതിയിട്ട് തിരിച്ച് ബ്രില്യൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ നല്ല രീതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടും ഇതൊക്കെ ഇത്രയും നന്നായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബ്രില്യൻറ്റ് ഫാമിലിക്കും കൂടെ വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.